Hi dear friends. Hello dear friends. Next video, data types. Give some introduction to it. More information about data type. Okay. Dear students, നമ്മൾ ഡാറ്റ ടൈപ്സ് കുറച്ച് ഇൻട്രൊഡക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി ഓരോ പ്രോഗ്രാംസിനും നമ്മൾ കൂടുതൽ വിവരണങ്ങൾ കൊടുത്താണ് പോകുന്നത്. എക്സാമ്പിൾസും പ്രോഗ്രാം കോഡിംഗ് സിസ്റ്റവും നമ്മൾ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. Data types are used to specify what kind of value can be stored in a variable. ഏത് തരം ഡേറ്റയാണ് നമ്മളെ വേരിയബിളിൽ സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്ത ഡേറ്റ ടൈപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡേറ്റ ടൈപ്പ് പറഞ്ഞാൽ മാത്രമേ ഏത് തരം ഡേറ്റയാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റൂ. The memory size and the type of value of a variable are determined by the variable data type. മെമ്മറിയുടെ സൈസും ടൈപ്പും തീരുമാനിക്കുന്നത് ഡാറ്റ ടൈപ്പാണ്. ഡാറ്റ ടൈപ്പ് സ്പെസിഫൈസ് ഹൗ മച്ച് മെമ്മറി ഈസ് ടു ബി അലോക്കേറ്റഡ് ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് വാല്യൂ ആർ ടു ബി സ്റ്റോർഡ് ഇൻ ദാറ്റ് വേരിയബിൾ. ഇറ്റ് യൂസസ് ടു ഡിക്ലെയർ വേരിയബിൾസ്, constant types, array, pointers, functions. These are defined with the help of data type. Already previous വീഡിയോയിൽ നമ്മൾ ഡേറ്റ ടൈപ്പിൻ്റെ തിയറി നല്ലതുപോലെ പറയുന്നുണ്ട്. കുറച്ച് നോട്ട്സ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൂടുതൽ വിവരണങ്ങൾ പ്രോഗ്രാമിലൂടെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എങ്കിലും ബേസായിട്ട് അറിഞ്ഞിരിക്കാനായിട്ട് കുറച്ച് പ്രോഗ്രാം തിയറി ഇവിടെ ഉൾപ്പെടുത്തുകയാണ്. ഇവിടെ ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്പാണ്. ഡാറ്റ ടൈപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 4 ടൈപ്സ്. എയർലി വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. ഇൻറ്റിജർ ടൈപ്പ്, പ്രൈമറി ഡാറ്റ ടൈപ്പ്, ഡെറിവേർഡ് ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ് ആൻഡ് ഓർഡിനൽ ഡാറ്റ ടൈപ്പ്. ഈ 4 ടൈപ്സ് ഡാറ്റ ടൈപ്സ് ആണുള്ളത്. 4 ടൈപ്സിൽ പ്രൈമറി ഡാറ്റ ടൈപ്സ് ആയിട്ട് ഓൾറെഡി ഫ്രീ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സുകളാണ്. ഇൻറ്റിജർ, ഇൻറ്റ് ഉപയോഗിക്കും നമ്മൾ, ഇൻറ്റ് എന്ന കീവേഡ്. ഫ്ലോട്ട് എന്ന കീവേഡ്. ഡബിൾ കീവേഡ്. ക്യാരക്ടർ, CHAR എന്ന കീവേഡ്. ഇതിൻ്റെ സൈസ് ഓഫ് ഉള്ള പ്രോഗ്രാം നമ്മൾ ഓൾറെഡി എഴുതി. അപ്പോൾ പ്രൈമറി ഡാറ്റ ടൈപ്സ് ആണ് ഈ കാണുന്ന 4 എണ്ണം. പ്രൈമറി ഡാറ്റ ടൈപ്സ് ഇൻറ്റ്, അത് തന്നെ ഷോർട്ട് ഇൻറ്റ്, ലോങ് ഇൻറ്റ്, ഫ്ലോട്ടിനെ തന്നെ ഡബിള്, ലോങ് ഡബിള്, ഫ്ലോട്ട്. ക്യാരക്ടർ ഉണ്ട്, ക്യാരക്ടർ സൈൻഡ് ക്യാരക്ടർ, അൺസൈൻഡ് ക്യാരക്ടർ. അതേ തന്നെ ഷോർട്ടും ഇൻറ്റിജറിനെ തന്നെ നമ്മൾ സൈൻഡും അൺസൈൻഡും ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡെസിമൽ ടൈപ്പ് വേണോ, എത്രമാത്രം ഡെസിമൽ ടൈപ്പ് വേണം. ഇപ്പോൾ ഫ്ലോട്ട് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഫ്ലോട്ടായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 6 ഡെസിമൽ പ്ലേസ് വരെ കിട്ടും. മോർ ദാൻ അപ് ടു 19 വരെ കിട്ടാനായിട്ട് നമ്മൾ ഡബിൾ ഫ്ലോട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഗ്രാമിൽ ഇൻപുട്ട് ചെയ്യേണ്ട ഡേറ്റ ഏത് തരത്തിൽപ്പെട്ടതാണ്, ഡെസിമൽ പാർട്ട് കൂടുതലുള്ളതാണോ, സയൻറ്റിഫിക് വാല്യൂസിനൊക്കെ ഡെസിമൽ പാർട്ടായിരിക്കും കൂടുതലായിട്ട് വരുന്നത്, ടെമ്പറേച്ചർ, ഫാരൻഹീറ്റിനൊക്കെ നമ്മൾ. അപ്പം അതിനനുസരിച്ച് വേണം ഡേറ്റ ഡിഫൈൻ ചെയ്യാൻ. മാർക്കൊക്കെയാണ് ഇൻറ്റിജർ വാല്യൂ ആണ്. ആവറേജ് വരുമ്പോൾ ഡെസിമൽ വേണ്ടി വരും, സംതിങ് വാല്യൂ സ്പേസ് വേണം. അപ്പം നമ്മൾ ഫ്ലോട്ടായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഏത് തരം ഡേറ്റയാണോ സ്റ്റോർ ചെയ്യേണ്ടത് അതനുസരിച്ച് വേണം നമ്മൾ ഡേറ്റ ടൈപ്പുകൾ യൂസ് ചെയ്യാൻ. അതിൻ്റെ സൈസും ബൈനറിയൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നെക്സ്റ്റ് കൊണ്ടുവന്ന ഡെറിവേർഡ് ഡാറ്റ ടൈപ്പാണ് അറേയും പോയിൻറ്റേഴ്സും. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ തന്നിരിക്കുന്ന അറേ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനുപയോഗിക്കുന്ന പാരാമീറ്റർ അറിയാനും, പോയിൻ്റർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ പാരാമീറ്റർ അറിയാനും ഓഫും സ്റ്റാർ സിമ്പലും ഉള്ള ഒരു എക്സാമ്പിൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു എക്സാമ്പിളേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് സെപ്പറേറ്റ് പ്രോഗ്രാമിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് ഈനമും ഡാറ്റ ടൈപ്പ് ഡെഫിനിഷൻ ഫംഗ്ഷനും. അത് നമ്മൾ കീവേഡ് കഴിഞ്ഞ് ഡാറ്റ ടൈപ്പ് കഴിഞ്ഞ് വേരിയബിൾ നെയിമാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നൾ വാല്യൂ അഥവാ വോയിഡ് ഡാറ്റ ടൈപ്പിന് നോ വാല്യൂ MT ആണ് നമ്മൾ വോയിഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ഡാറ്റ ടൈപ്പുകൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്ന ഓപ്പറേറ്റേഴ്സുകൾ കുറേയുണ്ട്, അത് നമുക്ക് പഠിക്കണം. ഇൻക്രിമെൻ്റൽ ഓപ്പറേറ്റർ, ഡിക്രിമെൻ്റൽ ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഇങ്ങനെ കുറച്ച് ഓപ്പറേറ്ററും പാരാമീറ്റേഴ്സും ഉണ്ട്.
അത് നമുക്ക് പഠിക്കണം. ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്കൊരു ഡേറ്റ ടൈപ്പിൻ്റെ പ്രോഗ്രാമും കൂടി നോക്കാം. ലുക്ക് ഹിയർ ഡിയർ ഫ്രണ്ട്സ്, ലുക്ക് ഹിയർ സി ആൻഡ് C++ നമ്മൾ സെപ്പറേറ്റ് ഒന്നുമില്ല. ഔട്ട്പുട്ട് ഫംഗ്ഷനും ഇൻപുട്ട് ഫംഗ്ഷനെയും മാറ്റം വരുന്നുള്ളൂ. പാരാമീറ്റേഴ്സിൻ്റെ ഇൻപുട്ട് ഡിക്ലറേഷനും നമുക്ക് മാറ്റം വരുന്നില്ല. അതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ നമ്മൾ ഡിവിഷന് വേണ്ടി സ്ലാഷും റിമൈൻഡർ കിട്ടാൻ വേണ്ടി പ്രൈം നമ്പറൊക്കെ ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതിന് റിമൈൻഡർ കിട്ടാനുള്ള ഓപ്പറേറ്റർ ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. പ്രോഗ്രാം അറ്റ് കമ്പ്യൂട്ട് ചെയ്ത കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡറും കോഷ്യൻറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്പർ ഓഫ് വേരിയബിൾസ് നമ്മൾ ഒരു ഇൻറ്റിജറിനകത്ത് ഒരു ഡിക്ലറേഷൻ കോമ ഇട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് മനസ്സിലാക്കാൻ കൂടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കോഷ്യൻ്റ് ആയാലും റിമൈൻഡർ ആയാലും നമുക്ക് ഏത് പാരാമീറ്റേഴ്സിലൂടെയാണ് രണ്ടിലും പ്രിൻ്റ് ഔട്ട് കാണിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ബേസ് മനസ്സിലാക്കുമ്പോൾ നല്ല രീതിയിൽ പ്രോഗ്രാം മനസ്സിലാക്കി പോവുക. ഇവിടെ നമ്മൾ കോഷ്യൻറ്റും റിമൈൻഡറും ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന, കാരണം നമ്മൾ പ്രൈം നമ്പേഴ്സൊക്കെ ഇമ്പോർട്ടൻസ് പ്രോഗ്രാംസുകളാണ്. അത് എഴുതുന്നതിന് കൂടുതൽ പ്രയോജനപ്പെടും ഇതിൻ്റെ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു, ബായ്. പ്രോഗ്രാംസുകൾ റൺ ചെയ്ത് വ്യക്തമായി കുട്ടികൾ മനസ്സിലാക്കുക. അടുത്ത നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് അടക്കം ഡേറ്റ ടൈപ്സിൻ്റെ. ഓക്കെ, താങ്ക് യു, ബായ്.